ക്രിസ്മസ് തൂക്കുമെന്നുള്ള കാര്യം അറിയത്തില്ലെങ്കിലും ഫാമിലിയൊക്കെ കയറാൻ നല്ല ചാൻസ് ഉണ്ട്. കുട്ടികൾ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിള്ളേർക്കുള്ള പടമല്ലേ? പിള്ളേർക്കുള്ള പടമാണ്, അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും. അവർക്ക് ഇഷ്ടപ്പെട്ടത് ഇല്ല. കൊള്ളാം, നല്ല വർക്കാണ്, നല്ല ഹൈ ക്വാളിറ്റി 3D ഒക്കെയാണ്. നല്ല വർക്കാണ്. ഓക്കെ ഓക്കെ. ലാലേട്ടൻ്റെ ഡയറക്ഷൻ എങ്ങനെയുണ്ട്? ഡയറക്ഷൻ കൊള്ളാം, പക്ഷെ നമുക്ക് അങ്ങോട്ട് കണക്റ്റ് ആവില്ല. മ്യൂസിക് എങ്ങനെയുണ്ട്? കൊള്ളാം, എല്ലാം കൊള്ളാം. 3D കൊള്ളാം, എഫക്റ്റ് മാത്രം കൊള്ളാം. സിനിമയിലൊരു പണ്ടത്തെ ഒരു കഥ. കൊച്ചു പിള്ളേർക്ക് ഇഷ്ടപ്പെടുമോ? പിള്ളേർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. സെക്കൻഡ് പാർട്ട് വരുന്നുണ്ടോ? അതിന് സെക്കൻഡ് പാർട്ടൊന്നും ഇല്ല. നല്ല സിനിമയാണ്, നല്ല കുഞ്ഞുങ്ങളൊക്കെ നല്ലോണം ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. 3D ഒക്കെ നല്ല കിടിലനായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. നല്ല സിനിമയാണ്, കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല കിടിലൻ ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ഇഷ്ടപ്പെടും, കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പം ഈ സെക്കൻഡ് പാർട്ട് എങ്ങനെയല്ലോ ഉണ്ടോ? സെക്കൻഡ് പാർട്ട് സാധ്യത കുറവാണ്, തോന്നിയില്ല, എങ്കിലും അറിയില്ല. ലാലേട്ടൻ്റെ ഡയറക്ഷൻ കൊള്ളാം, നന്നായിട്ടുണ്ട്. പടമൊക്കെ ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ചെയ്താൽ കൊള്ളായിരിക്കും തോന്നുന്നു. അതെ അതെ, നല്ലത്. താങ്ക് യു. പടം അടിപൊളി, ഒരു രക്ഷയില്ല. വിഷ്വൽ എക്സ്ട്രാവഗൻസയാണ്, ഗംഭീര പടം. 3D ഫാമിലിക്കും കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ചെറിയ ചെറിയ ഇത് ലാഗുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും പടം വിഷ്വൽ ക്വാളിറ്റി അപാരം, 3D എക്സ്പീരിയൻസും അപാരം. സൂപ്പർ പടം, ഇതെല്ലാവരും കാണണം, ഫാമിലി ഉൾപ്പെടെ. സെക്കൻഡ് പാർട്ടൊന്നുമില്ല, പക്ഷേ സൂപ്പർ പടമാണ്. കാരണം മലയാള സിനിമയിൽ ഇതുപോലുള്ള ഒരു വിഷ്വൽ ക്വാളിറ്റി 3D എക്സ്പീരിയൻസ് ഉള്ള പടം വന്നിട്ടില്ല. അപ്പം അതൊക്കെ നല്ല നല്ല സ്റ്റോറിയാണ്, ഫാമിലിക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഡയറക്ഷൻ അടിപൊളി, സൂപ്പർ. അത് ഹോളിവുഡ് ലെവലാണ് ഡയറക്ഷൻ. പിന്നെ തീർച്ചയായിട്ടും ഇതുപോലുള്ള പുതിയ പുതിയ, എപ്പോഴും നമ്മൾ അടിയിടിയും പടങ്ങൾ മാത്രം കണ്ട് കാര്യമില്ല, ഇതുപോലുള്ള നല്ല ഡയറക്ഷനിലെ പടങ്ങളും വരട്ടെ. നല്ല പടമാണ്, നല്ലൊരു എന്താ പറയുക, മലയാളത്തിൽ ഫസ്റ്റാണ് ഇങ്ങനെ ഒരു മൂവി എന്ന് പറയാം. നല്ല മേക്കിംഗ്, കാര്യം 3D എഫക്റ്റൊക്കെ സൂപ്പറായിട്ടുണ്ട്. പിന്നെ നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ, നല്ലൊരു എന്താ പറയുക, നല്ല രസത്തിൽ കണ്ടിരിക്കാൻ പറ്റും, നല്ല ഹാപ്പി മൂവ്മെൻറ്റ് കണ്ടിരിക്കാൻ പറ്റുന്ന. പിന്നെ കുട്ടികൾക്കാണത് കൂടുതൽ നല്ലൊരു മെസ്സേജും നല്ല പടം. തീർച്ചയായിട്ടും 100%. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പടമാണ്. ഫസ്റ്റ് ഹാഫ് ഡീസൻ്റ് ആണ്, സെക്കൻഡ് ഹാഫും അതേപോലെ തന്നെ ഡീസൻ്റ് ആണ്. അധികമൊന്നും പ്രതീക്ഷിക്കേണ്ട, എന്നാലും നല്ലൊരു സിനിമയാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. പിന്നെ ലാലേട്ടൻ്റെ ഡയറക്ഷനൊക്കെ ഓക്കെയാണ്, കൊള്ളാം എന്തായാലും. ക്രിസ്മസ് തൂക്കുമെന്നുള്ള കാര്യം അറിയത്തില്ലെങ്കിലും ഫാമിലിയൊക്കെ കയറാൻ നല്ല ചാൻസ് ഉണ്ട്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല പടം, ഫാമിലി കുട്ടികളുടെ ഒരു ഫാൻറ്റസി പടം. ഫാൻറ്റസിയാണ് ഫുള്ള്, ഒരു ഇതാക്കുന്ന ഭൂതവും ആ ഒരു നല്ലൊരു സ്ലോ പ്ലേസിൽ കഥ പറഞ്ഞു പോകുന്നത് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് ഇങ്ങനൊരു വേൾഡിലേക്ക് കൊണ്ടുവരികയെന്ന് വെച്ചാൽ ഫസ്റ്റ് ഹാഫ് ഇത് ആരാണ് ബറോസ്, കുട്ടി ആരാണ്, കൂടെ ഉള്ള വീഡോ, ആ ക്യാരക്ടേഴ്സൊക്കെ എന്തുവാണെന്ന് പറഞ്ഞ് പയ്യാണ് കഥ പോകുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴും എങ്ങനെ നിധി കുട്ടിക്ക് കൊടുക്കുന്നതും പിന്നെ അതിൻ്റെ നെഗറ്റീവ് വശങ്ങളും അതിനെക്കുറിച്ച് ഫുള്ളൊരു പയ്യെ പറഞ്ഞു പോകുന്ന ഒരു കുട്ടികളുടെ ഒരു ചിത്രം. അതാണ് പടം. ഒരു മാർക്കൊക്കെ ഒരു ഭീഷണിയാണ്. എല്ലാം ഓരോരോ ജോണറല്ലേ, അത് ആക്ഷൻ, ഒരു ഈ ഫാമിലിക്ക് കാണാൻ പറ്റിയൊരു പടം. ഇത് ഫാമിലി ഏതായാലും മാർക്കോ ആയാലും ഇതായാലും ഫാമിലിക്ക് കാണണമെങ്കിൽ തീരുമാനിക്കാവുന്നേ ഉള്ളൂ. മാർക്കോയിൽ വയലൻസ് കൂടുതലാണ്, പക്ഷേ ഇത് വയലൻസ് ഇതിനകത്തില്ല, കുട്ടികളുടെ ഒരു ചിത്രമാണ് ഇത്. ഡയറക്ഷൻ എല്ലാം നല്ല രീതിയിൽ വെച്ചാൽ നല്ല വിഷ്വലാണ്. ഫസ്റ്റ് ടൈം ഡയറക്ടറാണെന്ന് തോന്നുന്നുണ്ടോ ലാലേട്ടൻ? അങ്ങനെ ഈ പടം കണ്ടിട്ട് വെച്ചാൽ എടുത്തു വെച്ചിരിക്കുന്ന രീതി മലയാളത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതി തന്നെയാണ്. കാരണം ക്യാരക്ടേഴ്സ് എല്ലാം ഇന്ത്യൻ ആക്ടേഴ്സ് 2-3 കുറച്ച് പേരേ ഉള്ളൂ, ബാക്കിയെല്ലാം ഫോറിൻ ആക്ടേഴ്സും ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ വെച്ചാൽ ആ ക്യാരക്ടേഴ്സൊക്കെ വരുമ്പോൾ. പിന്നെ സ്ലോ ആണ് പടം, അതാണ് ഒരു എന്താ പറയേണ്ടത്, ഒരു ഈ ജനറേഷൻ എന്ന് പറയേണ്ടത് കുട്ടികളുടെ ഡ്രോബാക്ക് അല്ല, അത് സിനിമയുടെ കഥ പറച്ചിലിൻ്റെ രീതിയായിരിക്കും. നമുക്ക് ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അത് ഒരു സ്ലോ ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ സോങ് ഒരു പാട്ട് പാടിയിട്ടുണ്ടല്ലോ ലാലേട്ടൻ 2 പാട്ടുമുണ്ട് ഇതിനകത്ത്. ഇസബെല്ല ഉണ്ട്, പിന്നെ 3 പാട്ടുമുണ്ട് ലാലേട്ടൻ്റെ അതിനകത്ത്. 3 പാട്ടിലും നല്ല രീതിയിൽ മ്യൂസിക് എല്ലാം നല്ല രീതി എഫക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് പിടിച്ചിരുന്ന രീതിയിലുള്ള പാട്ടുകളൊക്കെ തന്നെ നല്ല എന്തുകൊണ്ട് ഒരു ഗ്രാൻഡ് മ്യൂസിക് പറയത്തില്ല, ഒരു കൺസേർട്ടൊക്കെ പോകുന്നത് ആ രീതി തന്നെയായിരുന്നു മ്യൂസിക്കിൽ. കണ്ടിട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. 3D കൊള്ളാം, പിന്നെ വിഷ്വലും പരിപാടിയൊക്കെ കുറച്ച് ബെറ്ററാണ്, പക്ഷെ അല്ലാതെ വേറെ ഒരു കാര്യമില്ല പടത്തിൽ. മെയിനായിട്ട് എടുത്ത് പറയത്തക്ക ഒരു സാധനമല്ല, ചെറിയൊരു പ്ലോട്ടിൽ തന്നെ വലിച്ചു നീട്ടിയ പോലെ എനിക്ക് തോന്നുന്നു. ഫാൻറ്റസി പരിപാടിയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വിഷ്വലും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല, പിന്നെ 3Dയും കുഴപ്പമില്ല.
അല്ലാതെ വേറൊന്നുമില്ല. ക്വാളിറ്റി ഉണ്ടല്ലേ? ക്വാളിറ്റി വിഷ്വലും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല, ക്വാളിറ്റി ഉണ്ട്. പക്ഷേ നമുക്കൊരു പടം എടുത്ത് നോക്കുമ്പോൾ ഒരു ലാഗായിട്ടൊക്കെ തോന്നുന്നുണ്ട്. സ്ലോയും കാര്യങ്ങളൊക്കെ ആ ഒരു രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. ഫാമിലീസ് വർക്കാവും, കുട്ടികൾക്ക് വർക്കാവും. ഇപ്പം എൻ്റെ പുറകിലുള്ള കുട്ടികൾ തന്നെ ആ ഒരു ആനിമേഷൻ ക്യാരക്ടറൊക്കെ വെച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഒരു അഡൽട്ടായിട്ടുള്ള ഒരാൾക്ക് അത് എത്ര വർക്കാവുമെന്ന് തോന്നില്ല. ക്രിസ്മസിന് മാർക്കൊക്കെ ഒരു ഭീഷണിയാണോ? ഇല്ലില്ല, അങ്ങനൊന്നും ഇതില്ല. മാർക്ക് തന്നെ ആയിരിക്കും പ്രിഫറൻസ് എല്ലാവർക്കും. ഇത് ഒരു ചെറിയ ലാഗൊക്കെ ഫീൽ ചെയ്യുന്ന ചെറിയൊരു സിനിമ. ഇപ്പം നമ്മൾ എക്സ്പെക്റ്റഡ് ആയിരുന്നുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇത് സെക്കൻഡ് പാർട്ട് അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല, അങ്ങനെ വരാൻ സാധ്യതയില്ല. ലാലേട്ടൻ ഡയറക്ഷൻ ഒരു ആപ്റ്റായിട്ടുള്ള പരിപാടിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെ തോന്നുന്നില്ല. ആ ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കായിരുന്നു. അല്ലാതെ നല്ല 3D ഉള്ള ഫസ്റ്റ് ടൈം ഡയറക്ടറെ പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? അങ്ങനെ ഒരു ഫീലാണ്. പക്ഷേ ആ ഒരു വിഷ്വലും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം വിഷ്വൽ നമുക്ക് അത്യാവശ്യം സെറ്റായിരുന്നു. സന്തോഷവനല്ലേ ക്യാമറ? ക്യാമറയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൊള്ളാം. പക്ഷേ നമുക്കിപ്പം ഒരു ഫസ്റ്റ് ഹാഫ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ലാഗ് ഫീൽ ചെയ്യും, നമുക്ക് വലിച്ച് നീട്ടൽ ഫീൽ ചെയ്യും. അതാണ് പ്രശ്നം മെയിനായിട്ട്. കുട്ടികളുടെ സിനിമ ആയതും 2.5 മണിക്കൂറുള്ളത് ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നുന്നുണ്ട്. കുട്ടികളുടെ സിനിമയാണ് അത്. ഇപ്പോൾ കൂടുതലും ആൾക്കാർ അങ്ങനെ ആയിരിക്കും നോക്കുന്നത്. കുട്ടികൾ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഫാമിലീസ് ചിലപ്പം ഇഷ്ടപ്പെടുമായിരിക്കും, അല്ലാതെ നമ്മളെ യൂത്തിനൊന്നും വലിയ ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല അവിടെ. കൊള്ളാം. എന്താ ഇഷ്ടപ്പെട്ടോ കൂടുതൽ സിനിമയിൽ? ഇഷ്ടപ്പെട്ടോ? ഭൂതമാണോ ഇഷ്ടപ്പെട്ടെ? എന്തെങ്കിലും കൊള്ളാം, കണ്ടിരിക്കാം. 3D ഉണ്ട്, കണ്ടിരിക്കും വെച്ചിട്ട് അടിപൊളി. ഭൂതം കൊള്ളാം, ഭൂതം എന്തെങ്ങനെയുണ്ട്? മോഹൻലാൽ ഭൂതം എങ്ങനെയുണ്ട്? നല്ലതാണ്. 3D ഉണ്ട്. 3D സൂപ്പർ. ഓക്കെ. എന്താ പാട്ടൊക്കെ കൊള്ളാം? മറ്റേ ഹീറോയും കൊള്ളാം.